Hello friends, welcome to the channel. We will now ഒരു ടാബ് നമ്മുടെ സാംസങ്ങിന്റെ ടാബ് S6 ലൈറ്റ് എന്ന ടാബ് നിങ്ങൾ നമ്മളോട് കുറച്ച് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. നമുക്ക് ഒരു 30000ന്റെ താഴെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടാബ് എന്ന് പറയാം വിത്ത് S Penന്റെ ഫീച്ചർ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറ്റിയ ഒരു സ്മാർട്ട് കീബോർഡ് കേസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കേ, ഇപ്പോൾ കറക്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ABOUTTHEFIT എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. സംഭവം ചൈനീസാണ്, അവർ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്. നമുക്ക് ഒരു കേസാണിത്. ആക്ച്വലി ഒരു കേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ചെറിയ കീബോർഡ് ഉണ്ടായിട്ട് വരുന്നതാണ്. നമുക്കിത് നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ടാബിനൊക്കെ അവരുടെ ഒഫീഷ്യൽ ഇറങ്ങുന്നുണ്ട്, പക്ഷേ അതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് ചാർജബിൾ ആണ്. നമ്മുടെ ഒരു ആവറേജ് ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാൽ ഇതിന് പ്രൈസ് വരുന്നത് 1790 പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കംപ്ലൈൻറ്റ് പറയാറില്ല. ഞാൻ നമുക്കിതിൻ്റെ പെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ നമുക്ക് ബ്ലൂ കളറിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും ഇത് അടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണാത്തവരെ പോയി സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ചാനൽ കാണാത്തവരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ലെവൻ വിത്ത് ജിയോസ് എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കേസ് വരുന്നത്. ഇത് നമ്മുടെ നോർമൽ കേസാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ടാബ് ഇരിക്കുന്നത്. അപ്പോൾ ടാബ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ കറക്റ്റായിട്ട് കൊള്ളും. ഇത് നമ്മുടെ ഒരു നോർമൽ ഇതാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ S Pen ഒക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ S Pen ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു തൽക്കാലം ഇവിടെ വയ്ക്കാം. ഇത് നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേസ് ഇവിടെ നമ്മുടെ കീബോർഡ് ഇവിടെ ഇരിക്കുന്നതിനായിരിക്കും. ഇത് കീബോർഡ് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്കത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ആയിക്കോളും. ഉണ്ട്, ഇവിടെ നമുക്ക് ചെറുതായിട്ട് മാഗ്നറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ സംഭവത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക് മോഡും കൂടി ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാം. എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഇത്രയുള്ളൂ സംഭവം. കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഭയങ്കര ഇഡിയോട്ട് സംഭവം ഒന്നും പറയില്ല. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഇതായിട്ട് കമ്പയർ ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഇവിടെ നമുക്ക് കുറച്ച് ഈ വെക്കാനുള്ള കുറച്ച് സ്പേസുകൾ വന്നിട്ടുണ്ടോ. നമുക്ക് അവിടെ വെക്കാൻ വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഉണ്ടോ. ഇവിടെ നമുക്ക് ചെറുതായിട്ട് മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം ഉണ്ടോ. അപ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ ഒരു ലാപ്ടോപ്പ് പോലെ ഈ സംഭവം. പിന്നെ നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ, കണക്റ്റിങ്ങിൻ്റെ ബട്ടൺ. അപ്പോൾ ആദ്യം പവർ ഓൺ ചെയ്യുമ്പോൾ ചെറിയൊരു ലൈറ്റ് കത്തും. നമുക്ക് ബ്ലൂടൂത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലേക്ക് പോകും. നമ്മുടെ ടാബിൽ കയറിയിട്ട് എന്താ പറയുക, ജസ്റ്റ് ബ്ലൂടൂത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ഈസി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഡെക്സ് മോഡിലേക്ക് പോവാം. ഡെക്സ് ഓക്കെ, നമ്മൾ ഡെക്സ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാംസങ് ഡെക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സാംസങ് ഡെക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ടാബ്ലറ്റ് പോലെയാക്കും സംഭവം. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സാംസങ് ഡെക്സ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് പോലെയാവും സംഭവം സാംസങ് ഡെക്സ് ഓൺ ആയി കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടു, ശരിക്കും ഒരു നമ്മുടെ എന്താ പറയുക, സ്ക്രീനൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടിയും ഇതിൻ്റെ ആംഗിളൊക്കെ തന്നെ മാറ്റാട്ടെ. നമുക്കത് കുറേ സംഭവങ്ങളുണ്ടോ. ഈ ആംഗിളാണെങ്കിൽ ഈ ആംഗിൾ വയ്ക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓൾറെഡി ഒരു ബ്ലൂടൂത്ത് മോഡിലേക്ക് വന്നു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഇത് നമ്മളുണ്ട്, ശരിക്കും ഒരു ഡെസ്ക്ടോപ്പ് പോലെ ആയതുണ്ടോ. നമുക്ക് മുകളിൽ കയറുക. അത് അതിൽ വരില്ല, ഇത് നമുക്ക് ഇവിടെയാണ് വരിക. അത് നമ്മുടെ ഇതായിരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വരും. ശരിക്കും നമ്മുടെ ഉണ്ടോ വിൻഡോസ് പോലെയായി. ബ്ലൂടൂത്തിൽ കയറുക, ഓൺ ചെയ്യുക. ഉണ്ടോ ബ്ലൂടൂത്ത് 3.0 കീബോർഡ് ഒന്നും ഓൾറെഡി അത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും നേരത്തെ. പിന്നെ ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ ഉണ്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. കീബോർഡ് കണ്ടായി, ഇത്രയേ ഉള്ളൂ. ഇനി എന്തിട്ടാ വേണ്ടേ, ഇനി നമുക്ക് സംഭവം ഉപയോഗിച്ചു തുടങ്ങുക. അത്ര തന്നെ. നമുക്ക് എന്താ വേണ്ട, ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കാം. ഇപ്പോൾ സാംസങ് നോട്ട് നമ്മൾ അതിൽ കുറേ സംഭവങ്ങളൊക്കെ സാംസങ് നോട്ട് നമ്മൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പുതിയ പേജ് എടുക്കുക. നമുക്ക് ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. ഉണ്ടോ, ഇപ്പോൾ ഫുൾ സ്ക്രീൻ വന്നു. നമ്മൾ സബ്സ്ക്രൈബ് ഉണ്ടോ അടിക്കുന്നത് വന്നോടെ. ഇത്രയേ ഉള്ളൂ സംഭവം. സബ്സ്ക്രൈബ് വുഡ് ഹാപ്പൻസ് ഹിയർ. ഇതാണ് സംഭവം. കണ്ടു, നല്ല കുഴപ്പമില്ലാണ്ട്. ഞാൻ ഇടിയോട്ടൊന്നും പറയില്ല. അതൊരു ആവറേജ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ആൾക്ക് ഇടുന്നുണ്ട്. കീ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കീസിനൊരു ചെറിയ അനക്കുണ്ട്. കണ്ടു,
ഒരു സൗണ്ട് വരുന്നുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും കാണില്ല. ബാക്കിയെല്ലാം നോർമൽ കീബോർഡാണ്. ഭയങ്കര സ്ലിമ്മാണ് കണ്ടു. ഇതാണ് സംഭവം. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്. ഇത് മൈക്രോ USB ആണ്. നമുക്ക് കേബിൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു കേബിളാണ് നമുക്ക് അതിൻ്റെ ബോക്സിൽ തന്നെ കിട്ടുന്നത്. ഞാൻ തുറന്നിട്ടില്ല. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കീബോർഡ് കേസ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് സാംസങ് S6-ന് ലൈറ്റിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ ഒരു ഇഷ്ടപ്പെടുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക കേട്ടോ. 𝐿ITE എന്ന് ചാനൽ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് പവർ ഓഫ് ചെയ്തതാണ്, ഇപ്പോൾ പെയറിങ് ഓഫ് ആയത്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലാണ്. ബൈ.